കലാകാരന്മാരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുന്നത് കലയ്ക്ക് ഗുണകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ ഡാം 999 എന്ന ചിത്രത്തിന്റെ പ്രചാരണ ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തി സംസാരിക്കുകയായിരുന്നു തിലകൻ. കൂടുതൽ നിരാശയും ഉണ്ടായി. അത് മറ്റൊന്നുമല്ല, ഒരു കലാകാരന്റെ വേദന എന്ന് മാത്രം. സോഹൻ റോയ് സംവിധാനം ചെയ്യുന്ന ഡാം 999 എന്ന ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന്റെ നിരാശ പങ്കുവച്ചുകൊണ്ടാണ് തിലകൻ തുടങ്ങിയത്. പിന്നെ സിനിമാ സംഘടനകളുടെ ചെയ്തികൾക്കെതിരെ വീര്യം ചോരാതെ നിറയൊഴിച്ചു. ഈ സിനിമാ സംഘടനകളെല്ലാം തൽപര കക്ഷികൾക്ക് വേണ്ടിയുള്ള സംഘടനകളാണ്. അവരുടെ ജീവനോപാധിക്ക് വേണ്ടി, അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഘടനകൾ എന്ന് പറയപ്പെടുന്ന എന്തോ ആണ്. സംഘടനയ്ക്ക് അപമാനമാണ്, ആ ആശയത്തിന് അപമാനമാണ്. എത്ര ക്രൂരമാണ് എന്ന് പറഞ്ഞാലും ഞാനും സംഘടനകൾക്ക് വിശ്വാസമുള്ള ആളാണ്. അതിൽ എത്തിക്സ് ഉണ്ടായിരിക്കണം. നല്ല കലാകാരന്മാർ സൂര്യനെ പോലെയാണ്. നാരായണ ഗുരുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തിലകന്റെ സാക്ഷ്യപ്പെടുത്തൽ. സൂര്യനെ മേഘങ്ങൾക്ക് മറയ്ക്കാൻ പറ്റില്ല, കാരണം അത്ര തേജോമയാണ്. പിന്നെ മേഘങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണു മറയ്ക്കുക. സൂര്യൻ അതിന്റെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. സമകാലിക മലയാള സിനിമ നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് തിലകന് സന്ദേഹം. ഇന്ന് മലയാള ചിത്രങ്ങൾ കാണുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് എന്ത് പഠിക്കുന്നു? എന്ത് സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നു? നിയമം കയ്യിലെടുക്കാനല്ലേ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്ന യുവാക്കളോട് പറയുന്നത്? യുവാക്കളാണ് ഈ നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യം. അവരോട് നിയമം കയ്യിലെടുക്കാനാണ് പറയുന്നത്. ഗുണ്ടാകളുടെ എണ്ണം കൂടിയത് എന്ത് മുതലാണ്? ഒരുപാട് സാധ്യതയുണ്ട് സിനിമയ്ക്ക്, സമൂഹത്തെ നന്നാക്കാൻ. ഡാം 999 നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും സംവിധായകനോട് യാതൊരു വിരോധവുമില്ല. കലാകാരന് ആരോടും ശത്രുതയില്ല. നിസ്സഹായത കൊണ്ടാണ് തന്നെ സോഹൻ റോയ് ഒഴിവാക്കിയത്. ചേട്ടനെ വെച്ച് എഴുതിയ ക്യാരക്ടറാണിത്. സോറി എന്തോ ഒരു വാക്ക്, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന്റെ വിഷമം മനസ്സിലാക്കി. ഒരു സംവിധായകന്റെ വിഷമമാണത്. എന്നെ വെച്ച് അദ്ദേഹം തീരുമാനിച്ച ഒരു റോളിൽ മറ്റൊരു വ്യക്തിയെ വെച്ച് അങ്ങക്ക് സങ്കല്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവമാകുമ്പോൾ ഡാം 999 എന്ന ചിത്രത്തിന്റെ പ്രസക്തി വലുതാണ്. ചിത്രം സർക്കാരിനും സമൂഹത്തിനുമുള്ള മുന്നറിയിപ്പാണെന്നും തിലകൻ ചൂണ്ടിക്കാട്ടി. ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.